നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് ചട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതുപോലെ ഉരുകി വന്ന ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര മുഴുവനായിട്ടും ഉരുകി നല്ലൊരു നിറം വന്ന ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പം സൂക്ഷിച്ചൊഴിക്കണം, അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്ന് മാത്രം ഒഴിക്കുക. അതുപോലെ പഞ്ചസാര കരിഞ്ഞ് പോകാതെ നോക്കുകയും വേണം. ഇതിനെ 1 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഉണങ്ങിയ ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതിനി 2 വട്ടം കൂടി അരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇനി കേക്കിലേക്ക് 1/4 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി, ഈന്തപ്പഴം, ചെറി, കറുത്ത ഉണക്കമുന്തിരിങ്ങ, അതുപോലെ ഗോൾഡൻ ഉണക്കമുന്തിരി, കുറച്ച് നട്ട്സ്, കുറച്ച് ബദാം, ഇത്രയും സാധനം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ മൈദ ഇട്ട് കൊടുക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് ജാതിക്ക, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, അത് ഏലക്കയുടെ തൊലി കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം ജാറിൽ തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിക്കാം. ഇതിനി പൾസ് ചെയ്ത് നമ്മൾ മയോണൈസിനൊക്കെ അടിക്കുന്ന മാതിരി അടിച്ചെടുക്കാം. നല്ല ക്രീമി ആയിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഈ രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതിനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ പഞ്ചസാര മിക്സിയിൽ തന്നെ ഒന്ന് കറക്കിയെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദയുടെ കൂട്ട് മുഴുവനായിട്ടും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഈ രീതിയിലാണ് ഉണ്ടാവുക. നല്ല കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഒഴിച്ച ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. പിന്നെ മേലേക്ക് കുറച്ച് ചെറിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, നട്ട്സ്, ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനി മൂടി വെച്ച ശേഷം മേലെ ഒരു വെയിറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ സമയമെടുക്കും ഇത് ബേക്കായി വരാൻ. ഇപ്പോൾ എനിക്ക് 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ സ്ക്വയർ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ കേക്ക് ടിൻ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചെറുതായൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ അതങ്ങ് കണ്ടാൽ മനസ്സിലാവും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല മോയ്സ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയ ശേഷം 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്